പോലീസ് സേനയ്ക്ക് എന്തു പറ്റി? ഇതൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? ജോലിഭാരമാണോ? അതോ മേലുദ്യോഗസ്ഥരുടെ പീഡനമാണോ? ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ അനേക പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം തണ്ടർബോൾട്ട് എന്ന സേനയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. കമാൻഡോ വിനോദ്, 35 വയസ്സ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഒന്നും ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. എന്നാൽ വാർത്തകളിൽ പറയുന്നത് അദ്ദേഹത്തിന് ലീവ് കൊടുത്തിട്ടില്ല. അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിട്ട് മേലുദ്യോഗസ്ഥർ അത് കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ പ്രയാസത്താൽ അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം നമ്മുടെ പോലീസിൽ ഇന്ന് നിരവധി പേര് ആത്മഹത്യ ചെയ്യും, തൂങ്ങി മരിക്കുന്നു, ഇങ്ങനെ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു, മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് മരണപ്പെടുന്നു. ഇങ്ങനെ അനേക ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിൽ. അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്, വനിതാ പോലീസുകാരും ഉണ്ട്, അതിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം സേനയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടുമില്ല. മറ്റ് വിഷയങ്ങളാണോ, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബ വിഷയങ്ങളാണോ, കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, അതോ ജോലിയുടെ എടുക്കുന്നിടത്തുള്ള മേലുദ്യോഗസ്ഥരുടെ പീഡനമാണോ, സഹപ്രവർത്തകരുടെ പീഡനമാണോ, എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഒരു അന്വേഷണം ആവശ്യമാണ് പോലീസ് തലപ്പത്ത്. ഇങ്ങനെ ഉദ്യോഗസ്ഥരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോയാൽ അതൊരു ശരിയായ രീതിയല്ല. ആത്മഹത്യ പ്രേരണ നല്ലതല്ലല്ലോ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, അതിനെ നേരിടുക, അതാണ് വേണ്ടത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമാകുന്നില്ല. മരിച്ചുപോയതുകൊണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? കുടുംബം ഒറ്റപ്പെടുന്നു, മക്കളുണ്ടെങ്കിൽ അവരൊറ്റപ്പെടുന്നു. അവരൊക്കെ ചിലപ്പോൾ നിരപരാധികളാണ്. അപ്പം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവർ പുറമോട്ട് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അല്പം ഒന്ന് ചിന്തിക്കുക. കുടുംബമുണ്ട്, മക്കളുണ്ട്, അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുക, അല്ലെങ്കിൽ ഒളിച്ചോടുക, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യുക. ഇത് ഒരു നല്ല പ്രവണതയല്ല എന്നാണ് പറയുവാനുള്ളത്. അപ്പം സ്വയം നമ്മൾ ചിന്തിക്കുക, മക്കളെക്കുറിച്ച് ചിന്തിക്കുക, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യുവാൻ കഴിയത്തില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ നേരിടുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അല്ലാതെ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമാകുന്നില്ല, അതുണ്ടാകാൻ പാടില്ല. ഇത് കാണുമ്പോൾ പലർക്കും തോന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ
ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കാം. അപ്പം പല രീതിയിൽ മരണം തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലേ? തൂങ്ങിച്ചാകുക, ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുക, വെള്ളത്തിൽ ചാടി മരിക്കുക, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെ പല രീതിയിലുള്ള ആത്മഹത്യകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല എന്നാണ് പറയുവാനുള്ളത്. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, ചിന്തിക്കുമ്പോൾ അല്പമൊന്ന് ചിന്തിക്കുക, ഇത് വേണോ വേണ്ടേ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരോട്, അല്ലെങ്കിൽ മനസ്സിലിരിക്കുന്നവരോട് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ പുറമോട്ടൊന്ന് നോക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലേക്കൊന്ന് നോക്കുക, അല്ലെങ്കിൽ മക്കളിലേക്കൊന്ന് നോക്കുക, അല്ലെങ്കിൽ ഭാര്യയിലേക്കൊന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം അതിനുവേണ്ടി ഒരുങ്ങാൻ. ഒളിച്ചോട്ടമല്ല നല്ലത്. നമ്മളെ ജനിച്ചത് മരണം വരെ ജീവിക്കുവാനുള്ളതാണ്. അതിനകത്ത് മറ്റ് പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. മനുഷ്യരല്ലേ? ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് പെട്ടെന്നൊരു ആത്മഹത്യ. അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നാണ് പറയുവാനുള്ളത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ, ചിന്തിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുക. ഒരു നിമിഷം കൂടി ഒന്ന് ചിന്തിക്കുക, വേണോ വേണ്ടയോ എന്നൊരു ചിന്ത ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.